മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശ്ശൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലിഗ്രാമിൽ വിൽപ്പന. ചൊവ്വന്നൂർ സ്വദേശി അനന്തുവിനെതിരെ കേസെടുത്തു. 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഇയാൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കുന്നംകുളം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഫോണിൽ നിന്ന് കണ്ടെത്തിയത് 18,000-ലധികം ചിത്രങ്ങളാണ്. കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഈ ഉണ്ടായ വിഷയത്തിൻ്റെ പുറത്ത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ മറുപടിയും റിയാക്ഷനും നമ്മൾ വേണ്ടത്ര രീതിയിലുള്ളതായിരുന്നില്ല. അപ്പോൾ അവർ പോയപ്പോൾ നമ്മുടെ അവിടുത്തെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ സ്ത്രീകളോടായാലും അവർ പറഞ്ഞത് ഒരാൾ ഇതാക്കിയാലും മതി, അതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ ഒരു സ്ത്രീയുടെ മാത്രമാണ് മൊഴി എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കറിയില്ല. പിന്നെ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടേക്ക് വരികയോ അന്വേഷണങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നും നമുക്കറിയില്ല. വന്ന് നോക്ക് പോലും ചെയ്തിട്ടില്ല. അവരുടെ വീടിന്റെ പരിസരവും കാര്യങ്ങളും പോലും നോക്കിയിട്ടില്ല. ഇതുവരെയായിട്ട് വന്നിട്ട് നോക്കിയിട്ടില്ല. ഇപ്പോ ഒരാള് പോലും വന്നിട്ട് അന്വേഷിച്ചിട്ട് പോലും ഇല്ല. അവിടെ ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉണ്ട് എന്നാണ് അതിൽ പറയണത്. ഒരു 18,000 ഫോട്ടോകളോളം ഉണ്ട് എന്നാണ് പറയണത്. അത് വഴിയിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ വരെ വെറുതെ വിട്ടിട്ടില്ല. ഒരു ട്രാഫിക് പോലീസ്, എങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ഇതുണ്ട്. ഒരു നാട്ടിലെ മുഴുവൻ പ്രശ്നത്തിലാക്കിയിട്ടും അതുവരെ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് പെൺകുട്ടികൾ മുതൽ വീട്ടമ്മമാരുടെ വരെയും ഫോട്ടോകൾ ഈ രീതിയിൽ മോർഫ് ചെയ്ത് ടെലിഗ്രാമിൽ വിൽപ്പന നടത്തുന്ന യുവാവ്. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ആ നാട്ടിലെ സ്ത്രീകളുടെ മറ്റ് വീട്ടുകാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. വലിയ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്? ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തിയത്, ഈ യുവാവിനെ കയ്യോടെ പിടികൂടിയത് ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കളാണ്. പക്ഷെ അവരുന്നയിക്കുന്നൊരു വിഷയം ഏറെ ഗൗരവമാണ്. ഇത്തരം ഒരു പരാതി പോലീസിന് മുൻപാകെ എത്തിയിട്ടും പോലീസ് അടിയന്തരമായ നടപടിയെടുത്തില്ല, ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല എന്ന്. ടോം, ഇതിൽ ഈ ചൊവ്വന്നൂർ സ്വദേശിയായ അനന്തുവിൻ്റെ മൊബൈലിലാണ് ഈ രീതിയിലുള്ള ചിത്രങ്ങൾ കണ്ടത്. ഇയാളുടെ മൊബൈൽ ഈ ഒരു പ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണാനിടയായ ഒരാളാണ് ഈ ഇവരെ അറിയിക്കുന്നത്, ഇവരുടെ കുടുംബത്തെ തന്നെ അറിയിക്കുന്നത്. ഇങ്ങനെ ഇയാളുടെ പക്കൽ അയാളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ട്, അത് മോശം സാഹചര്യത്തിലുള്ള ചിത്രമായിട്ട് തോന്നുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് ഈ യുവതിയുടെ ബന്ധുക്കളാണ് ഇയാളെ പിടികൂടുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഇയാളുടെ മൊബൈൽ പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരടക്കം ഇടപെട്ട് ഈ മൊബൈൽ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ അവർ ഞെട്ടിപ്പോകുന്നു. കാരണം ഈ മൊബൈൽ ആ പ്രദേശത്തെ പലരുടെയും ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ചെറിയ ആ പെൺകുട്ടികളുടെ മുതൽ വീട്ടമ്മമാരുടെ അടക്കമുള്ള ചിത്രങ്ങൾ അവരുടെ മുഖം പകർത്തിയിരിക്കുന്നു. പിന്നീട് അത് മറ്റു പല AI ടൂൾ ഉപയോഗിച്ച് ചിത്രം മാറ്റിയിരിക്കുന്നു. അതെല്ലാം തന്നെ കാണുമ്പോൾ ഏതാണ്ട് 10,000-ലധികം ചിത്രങ്ങൾ ഈ രീതിയിലേക്ക് ആ പ്രദേശത്തുള്ളവരടക്കം ഇയാൾ മാറ്റിയതായിട്ടാണ് കാണുന്നത്. തുടർന്നാണ് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിലേക്ക് കൊണ്ടുവരുന്നതും കേസെടുക്കാനായിട്ട് ഈ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് എടുക്കുന്നില്ല, കാരണം ഒരു പരാതി ഉണ്ടാകുന്നില്ല എന്ന സാങ്കേതിക മാത്രമാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. പിന്നീട് ആദ്യം ഈ ഫോട്ടോ അതിലുണ്ട് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയാണ് പിന്നീട് പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നത്. അങ്ങനെ ഒരു ഇടപെടലില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കേസെടുക്കുമായിരുന്നു എന്ന് പോലും സംശയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മൊബൈലും ഇയാളുടെ മറ്റേ ഫോണും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും അടക്കമുള്ള കാര്യങ്ങളിലെ പരിശോധനയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നിലവിൽ തന്നെ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ പോലീസിനെ ഞെട്ടിച്ചിരിക്കുന്നത് നിരവധിയായ സ്ത്രീകളുടെ ഈ പ്രദേശത്തുള്ള ഇയാൾ വഴിയിൽ കാണുന്ന പലരുടെയും തന്നെ ചിത്രങ്ങളെടുത്ത് ഈ രീതിയിലേക്ക് അശ്ലീലമാക്കി മാറ്റുകയും ചെയ്ത ഇത് ടെലഗ്രാം വഴി വിൽപ്പന നടത്തുന്നു എന്നതാണ്. അതാണ് വളരെ സീരിയസ് ആയ ഒരു ക്രൈം എന്ന് പറയുന്നത്. ഇത് ടെലഗ്രാം ആപ്പുകൾ വഴി ഇത് വിൽപ്പന നടത്തുന്നു. ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ ഈ രീതിയിലേക്ക് അവർ ആ പടം മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ചിത്രങ്ങൾ വിൽപ്പന നടത്തുകയാണ് ഇയാൾ പതിവായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് 18,000-ലധികം ഫോട്ടോകൾ മാത്രം ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ രീതിയിലേക്ക് ആ കാലം മാറുന്നു എന്നതാണ് ടോം അതിൽ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ഈ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയിടങ്ങളിൽ പലപ്പോഴും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തുടക്കത്തിൽ തരുന്ന ഒരു മുന്നറിയിപ്പായിരുന്നെങ്കിൽ ഇന്ന്
ഈ രീതിയിലേക്ക് ഇതിനൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഇത് സ്വീകരിക്കുന്ന പലരുമുണ്ട് എന്ന് പറയുന്നത് തീർത്തും അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. കാരണം വളരെ നിഷ്കളങ്കമായി നടന്നു പോകുന്ന വഴിയാത്രക്കാരെ അടക്കം ഇത് മൊബൈലിലേക്ക് പകർത്തുക, ചിത്രങ്ങൾ എടുക്കുക, എന്നിട്ട് അത് മറ്റു രീതിയിൽ ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ടെലഗ്രാം ആപ്പ് വഴി ഇത് വിൽപ്പന നടത്തുക എന്ന രീതിയിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ കാണിക്കാനുള്ളത്. ഗുരുതരമായ ഒരു കാര്യമാണ്. ഇതിൽ നടപടികൾ, ശക്തമായ രീതിയിൽ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് കേവലം ഈ പരാതികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഇതൊരു ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട്, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ട കാര്യമാണ്. ഇതിലിപ്പോൾ പരാതി വരാൻ കാത്തിരുന്നു, അല്ലെങ്കിൽ പരാതി തരട്ടെ എന്ന് പറയുന്നിടത്താണ്. ഈ അനന്തുവിനെ, ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞ കാഴ്ചയിൽ വലിയ മാന്യനാണ്, സാമാന്യം തിരക്കേടില്ലാത്ത കുടുംബ പശ്ചാത്തലവും ചുറ്റുപാടൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അത് വിൽപ്പന നടത്തി ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയല്ലേ ഇയാൾ? മാത്രമല്ല, ഇത് പണത്തിന് വേണ്ടിയായിരുന്നോ, അതോ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയായിരുന്നോ, അതോ ഒരു ആത്മസുഖത്തിന് വേണ്ടിയായിരുന്നോ ഈ രീതിയിൽ ഇയാൾ ഇങ്ങനെ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത്? കാരണം 18,000-ഓളം ചിത്രങ്ങൾ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്തു എന്ന് പറയുന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. സ്വാഭാവികമായും ഇയാളുടെ ഒരു മാനസിക വൈകൃതം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ഒരു സംശയവുമില്ല. കാരണം പ്രാഥമികമായി ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് ഇയാൾ ഈ പണത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചു എന്നതെല്ലാം തന്നെയാണ് ഇത് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനു മുൻപ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഏതായാലും ഇത് പോലീസ് കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നു ഇപ്പോൾ. കാരണം വലിയ വിമർശനം തുടക്കത്തിൽ വന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴിത് പരിശോധനയിലേക്ക് കടക്കുന്നത്. എന്താണ് ഇയാൾക്ക് ഈ ടോം സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും, ഈ രതിവൈകൃതങ്ങൾ അടക്കമുള്ള ഒരാൾ അല്ലാത്തവരൊന്നും ഈ രീതിയിലേക്കൊന്നും പോകില്ലല്ലോ. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ പടമെടുത്തുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്ക് അത് ചിത്രീകരിക്കുകയും തുടർന്ന് അത് വിൽപ്പന നടത്താൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുന്ന മാനസികാവസ്ഥയെ ഇതല്ലാതെ മറ്റെന്ത് പേര് വിളിക്കാനാണ്? അതുകൊണ്ട് ഇയാൾക്ക് കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഇയാൾക്കെതിരെ ഉറപ്പാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇയാൾ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആപ്പുകൾ, ടെലിഗ്രാം ആപ്പുകളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാനുള്ള, അതിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളടക്കം സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് കൂടുതൽ ആപൽക്കരമായ ഒരിടം എന്ന് പറയുന്നത്. കാരണം ഇത് നിരവധി ആളുകൾ കണ്ടുപോകുന്ന ഈ പല സൈറ്റുകളിലും തന്നെയും ഈ പ്രചാരത്തിലുള്ള സൈറ്റുകളിലേക്കെല്ലാം തന്നെ ഇവർക്ക് കൈമാറുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട നടപടികൾ തന്നെയാണ്. അതിൽ ആ ചിത്രങ്ങളടക്കം നീക്കം ചെയ്യാനുള്ള നടപടികളും വളരെ അടിയന്തരമായി ഉണ്ടാകേണ്ടതുമാണ്. ടോം, അല്ലെങ്കിൽ പല കുടുംബങ്ങളും പലരുടെയും ചിത്രങ്ങൾ ഇങ്ങനെ മോർഫ് ചെയ്തിട്ടുണ്ട്. 18,000-ഓളം സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളാണ്, മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് ഈ അനന്തുവിൻ്റെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.